पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. മൂകാംബിക ദർശനം സൗപർണികയിൽ നിന്ന് ആരംഭിക്കുന്നു. ദേവിയെ കാണുന്നതിന് മുൻപ് ഇവിടെ കുളിക്കണമെന്നാണ് വിശ്വാസം. കുടജാദ്രിയിലെ 64 തീർത്ഥങ്ങൾ സൗപർണികയായി ഒഴുകുന്നു. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഉറവയായി നമുക്ക് ഈ ദേവതയെ കാണാം. അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ മിത്തോളജിയൊക്കെ മറ്റൊരു കാര്യം. പിന്നെ അതിൻ്റെ പ്രകൃതി തീർച്ചയായിട്ടും അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ധ്യാനാവസ്ഥ ഉണ്ടാക്കിത്തരാനായി സജ്ജമായിരിക്കുന്ന പ്രകൃതി, നമ്മുടെ മനസ്സിൻ്റെ കീർത്തനാലാപനം പോലെ ഒഴുകുന്ന സൗവർണിക, കുടജാദ്രി, ഇതൊക്കെ തന്നെ നമ്മളിലെ ഒരു ധ്യാന അവസ്ഥയ്ക്ക് പരിപോഷകമായ രീതിയിൽ പ്രകൃതി തന്നെ സംവിധാനം ചെയ്തു വച്ചിരിക്കുകയാണ്. അവിടെ ചെന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ഹൃദയത്തിലൊന്ന് സ്പർശിച്ച് ഈ അതിവിശിഷ്ടമായിട്ടുള്ള സൃഷ്ടിയുടെ ചൈതന്യത്തിൻ്റെ ഒരു പരാഗമെടുത്ത് എൻ്റെ ഹൃദയത്തിൽ അണിയിക്കണമേ എന്ന ഒരൊറ്റ പ്രാർത്ഥന മതി. ഏത് മൂകനും സർഗ ഉന്മുഖനായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉത്തിഷ്ഠ ജഗദീശ്വരി നിദ്രാം മുഞ്ച മഹാമായേ ത്രിലോകീം പരിപാലയ ബ്രഹ്മർഷി സിദ്ധ മുനി സംഘ ഉപേത്യ ദേവി ത്വദ്വാരദേശമധിതിഷ്ഠതി ദർശനാർത്ഥം നിദ്രാം ജഹീഹ്യമല ഭക്തജനാനുകമ്പേ മൂകാംബികേ പരശിവേ തവ സുപ്രഭാതം. ആദിപരാശക്തിയാണ് മൂകാംബികാദേവി. മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും കൊല്ലൂരിൽ കുടികൊള്ളുന്നു. ശിവശക്തി സ്വരൂപമായാണ് ദേവീ ചൈതന്യം കുടികൊള്ളുന്നത്. പ്രകൃതിയും പുരുഷനും എന്ന ഭാരതീയ ദർശനത്തിൻ്റെ ഭാവം. പ്രകൃതിക്ക് അഥവാ ശക്തിക്കാണിവിടെ പ്രാധാന്യം. കാലടിയിൽ ജനിച്ച ആദിശങ്കരനാണ് കുടജാദ്രിമുടിയിൽ ദേവിയെ പ്രത്യക്ഷയാക്കി കൊല്ലൂരിൽ പ്രതിഷ്ഠിച്ചത്. ചോറ്റാനിക്കരയിൽ കുടികൊള്ളണമെന്ന ആദിശങ്കരൻ ദേവിയെ അറിയിച്ചതും കുടജാദ്രിയിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കാതെ മുന്നിൽ നടക്കാൻ ദേവി നിർദ്ദേശിച്ചതും തിരിഞ്ഞു നോക്കുന്നിടത്ത് താൻ ഇരിക്കുമെന്ന ദേവി ആദിശങ്കരനെ അറിയിച്ചതും കൊല്ലൂരിലെത്തിയപ്പോൾ ദേവിയുടെ ചിലങ്കനാദം കേൾക്കാതായപ്പോൾ ശങ്കരൻ തിരിഞ്ഞു നോക്കിയതും ദേവി അവിടെ ഇരുന്നതും ഐതിഹ്യം. സ്വയംഭൂവായ ജ്യോതിർലിംഗമാണ് ഇവിടുത്തെ സവിശേഷത. സിന്ദൂരാരുണ വിഗ്രഹ ത്രിനയന മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖര സ്മിതമുഖീ ആപീനവക്ഷോരുഹ പാണിഭ്യാമലിപൂർണരത്നചഷകം
रक्तोत्पलं बिभ्रति सौम्यां रत्नघटस्थरक्तचरणां ध्यायेत् परामम्बिका. വർഷത്തിൽ നടക്കുന്ന 2 രഥോത്സവങ്ങളാണ് മൂകാംബികയിലെ പ്രധാനോത്സവങ്ങൾ. മുഹൂർത്തത്തിനനുസരിച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ബ്രഹ്മരഥോത്സവവും നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പുഷ്പരഥോത്സവവും. മൂകാംബികയിലെ പൂജാവിധികളിൽ അവസാന വാക്ക് മുഖ്യതന്ത്രിക്കാണ്. രാമചന്ദ്രഡിഗയാണ് ഇപ്പോൾ മുഖ്യതന്ത്രി. തന്ത്രത്തിലും മന്ത്രത്തിലും കടുത്ത നിഷ്ഠ പുലർത്തുന്നു ചെറുപ്പക്കാരനായ ഈ മുഖ്യതന്ത്രി. ಶ್ರೀಚಕ್ರ ಬಿಂದು ಸ್ವರೂಪದಲ್ಲಿ ಅಮ್ಮೆ ಮೂಕಾಂಬಿಕೆ ಉದ್ಭವ, ಜ್ಯೋತಿರ್ಮಯ ಲಿಂಗ. 18 മുഖ്യപീഠേ ശ്വേകതമേ. 16 മുഖ്യപീഠത്തിൽ ശക്തി ക്ഷേത്രത്തിൽ ഈ ക്ഷേത്ര പ്രഥമ. പിന്നെ സപ്തമഹാക്ഷേത്രേഷ്വന്തിമേ, 7 സപ്തമഹാക്ഷേത്രങ്ങളിൽ ഇത് അന്തിമ ക്ഷേത്രമാണ്. ഈ ജ്യോതിർമയ ലിംഗത്തിൽ എടഭാഗത്തിൽ ശക്തി, വലഭാഗത്തിൽ ശിവ. എടഭാഗത്തിൽ കാളി, ലക്ഷ്മി, സരസ്വതി. ബലഭാഗത്തിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. മധ്യ പൂർവ പശ്ചിമമായിട്ട് സ്വർണരേഖയുണ്ട്. ಸ್ವರ್ಣರೇಖೆ എന്നാൽ ഇത് ಗೌರೀಶಂಕರ ತತ್ವ, ಶಿವಭಾಗ ಶಕ್ತಿ ಭಾಗ ಅಂದ್ಬಿಟ್ಟು. ಈ ಶಿವ ಶಕ್ತಿಯ ಬಿಟ್ಟಿಟ್ಟಿಲ್ಲ, ಇದು ಸೃಷ್ಟಿ ನಿಯಮ. ಶಿವ ಶಕ್ತಿ, ಈ ಕ್ಷೇತ್ರ ಶಿವಶಕ್ತಿ ಸಾನ್ನಿಧ್ಯ. ശക്തി ഭാഗ ജാസ്തി ഉണ്ട്, അങ്ങനെ ഇത് ശക്തിപീഠ. ഇവിടെ 333 ಕೋಟಿ ದೇವತೆಗಳ ಸಾನ್ನಿಧ್ಯ ಆ ಜ್ಯೋತಿರ್ಮಯ ಲಿಂಗത്തിൽ. സർവവിദ്യ പ്രദായിന്യേ മൂകാംബായേ നമോ നമഃ. श्रीमच्चन्दनचर्चितोज्ज्वलवपुः शुक्लाम्बरा मल्लिका मालालालितकुन्दला प्रविलसन्मुक्तावली शोभिता सर्वज्ञाननिधानपुस्तकधरा रुद्राक्षमालाङ्किता वाग्देवी वदनाम्बुजे वसतु मे त्रैलोक्यमाता शुभा. അക്ഷരാത്മികയാണ് മൂകാംബികാദേവി. സരസ്വതി മണ്ഡപത്തിൽ എല്ലാ ദിവസവും വിദ്യാരംഭമുണ്ട്. വിജയദശമിക്കെത്തുന്നത് 100 കണക്കിന് ആളുകളാണ്. സർഗസൃഷ്ടിയുടെ മഹാപ്രേരണയും ഇവിടെ തന്നെ. സരസ്വതി മണ്ഡപത്തിൽ ചെയ്യുമ്പോൾ അതിന് എനിക്കൊരു വാക്കുകളില്ല ആ ഒരു അനുഭവത്തിനെ പറ്റിയിട്ട് പറയാൻ. ഒരു ഭയങ്കര ഒരു അനുഭവം. നമുക്ക് തോന്നും നമ്മളല്ല ഡാൻസ് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ആരും ഡാൻസ് നൃത്തം ചെയ്യിപ്പിക്കുകയാണ്. നമുക്ക് ഒരുപാട് ഒരു ശക്തിയോ ഒരു എനർജി എവിടുന്നോ വരെയും അതിനൊരു വേറെ തന്നെ ഒരു അനുഭവമാണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല അനുഭവപ്പെടുന്നത്, അത് കാണുന്നവർക്കും കൂടി അതിനെന്തോ there was something else to it. ഒരു വേറെ തന്നെ ഒരു എനർജിയും വേറെ തന്നെ ഒരു വൈബ്രേഷനും ആ പെർഫോമൻസിനൊരു വേറെ തന്നെ ഒരു എലിവേഷനും ഉണ്ടാകുന്ന നമുക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു നൃത്തമണ്ഡപത്തിൽ ആ ഒരു നിലത്തല്ല ഡാൻസ് ചെയ്യുന്നത്, വേറെ എവിടെയോ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു അനുഭവമാണ് ആ സരസ്വതി മണ്ഡപത്തിൽ ചെയ്യുന്നത്.
ഇവിടെ കോലമഹർഷി എന്ന താപസശ്രേഷ്ഠൻ തപസ്സനുഷ്ഠിച്ചതിനാൽ കൊല്ലൂർ എന്ന പേരുണ്ടായെന്ന് വിശ്വാസം. ആദിപരാശക്തിക്ക് ഉപദേവതകളായി വീരഭദ്രനും സുബ്രഹ്മണ്യനും കൃഷ്ണനും പ്രാണലിംഗേശ്വരനും പാർത്ഥേശ്വരനും നഞ്ചുണ്ടേശ്വരനും ചന്ദ്രമൗലീശ്വരനും ആഞ്ജനേയനും വിഷ്ണുവുമുണ്ട്.